ചിൽഡ്രൻ, വെൽക്കം ടു മാത്സ് മാജിക്. ഇന്ന് ഞാൻ 10th ക്ലാസ്സിലെ സർക്കിൾസ് എന്ന ചാപ്റ്ററാണ് പഠിപ്പിക്കാൻ പോകുന്നത്. 9th-ലും നമുക്ക് സർക്കിൾസ് എന്ന ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതിൽ കുറേ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് 10th-ലെ സർക്കിൾസാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ടാൻജൻറ്റ് ടു ദി സർക്കിളാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെയാണ് ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്കിതിൽ പഠിക്കാനുള്ളൂ, പക്ഷേ അത് വെച്ചിട്ട് ഇഷ്ടംപോലെ കണക്കുകൾ നമുക്ക് ചെയ്യാനുണ്ട്. ആദ്യം തന്നെ ഇതിൽ ബേസിക്കായിട്ട് നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററാണ് O. ഇനി ഞാനൊരു ലൈൻ വരയ്ക്കാൻ പോവാണ്. അതായത് ഈ സർക്കിളിൻ്റെ 2 പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ. ഇവിടെ ഞാൻ PQ എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ PQ ഈ സർക്കിളിൻ്റെ 2 പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. P എന്ന് പറയുന്ന പോയിൻറ്റ്, Q എന്ന് പറയുന്ന വേറൊരു പോയിൻറ്റ്. ഈ 2 പോയിൻറ്റിലൂടെയും ഈ ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ PQ തന്നെ ഈ സർക്കിളിലെ ഒരേ ഒരു പോയിൻറ്റിൽ മാത്രം ടച്ച് ചെയ്യുന്ന ഒരു രീതിയിൽ വരക്കാം. ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന ഈ ലൈൻ ഈ സർക്കിളിൻ്റെ ഒരേ ഒരു പോയിൻറ്റിൽ മാത്രമാണ് ടച്ച് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ വരക്കുന്ന ലൈനെയാണ് നമ്മൾ ടാൻജൻറ്റ് ടു ദി സർക്കിൾ എന്ന് പറയുന്നത്. ഈ 2 ലൈനിൽ ടച്ച് ചെയ്ത് 2 പോയിൻറ്റ്സിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് 2 പോയിൻറ്റ്സിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലൈനിന് പറയുന്ന പേരാണ് സീക്കൻറ്റ്. ഇത് സീക്കൻറ്റ്. ഈ ലൈനിൻ്റെ പേര് ടാൻജൻറ്റ്. ഇനി ഈ ടാൻജൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ ഞാനൊരു ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട്, ടാൻജൻറ്റ് AB. പിന്നെ ഇവിടെ O എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ സെൻറ്ററാണ്, OP അതിൻ്റെ റേഡിയസാണ്. അപ്പോൾ ഈ ടാൻജൻറ്റ് ഈ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻറ്റിനെ പറയുന്ന പേരാണ് പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ്. അപ്പോൾ ഈ ടാൻജൻറ്റും ഈ റേഡിയസും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ ഒരു ആംഗിൾ വരുന്നുണ്ട് അല്ലേ. ഈ റേഡിയസ് ഇങ്ങനെ പോകുന്നു, ഇതിങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ വരുന്നുണ്ട്. ഈ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അതായത് ടാൻജൻറ്റ് ടു എനി പോയിന്റ് ഓഫ് എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദി റേഡിയസ് ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ്. അതായത് ഈ ഒരു ടാൻജൻറ്റ് ഈ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ത്രൂ ദി പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ്. അതായത് ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ആ ഒരു പ്ലേസിൽ ഇത് വരുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കണക്കുകൾ ചെയ്യാനുണ്ട്. ഇനി ഞാനിവിടെ വരച്ചിരിക്കുന്നത് ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും ഈ സർക്കിളിലേക്ക് 2 ടാൻജൻസ് വരച്ചിരിക്കുകയാണ്. അതായത് അപ്പോൾ ഈ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും സർക്കിളിലേക്കുള്ള 2 ടാൻജൻറ്റിൻ്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും. ദ ലെങ്ത് ഓഫ് 2 tangents from an external point to a circle are equal. അപ്പോൾ ഈ OQ OR എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അത് 2 ഈക്വൽ ആയിരിക്കുമല്ലോ. ഒരു സർക്കിളിൻ്റെ എല്ലാ റേഡിയസും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈ PQവും PR-ഉം ഈക്വൽ ആയിരിക്കും. മനസ്സിലായില്ലേ? എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജൻസ് ഈക്വൽ ആയിരിക്കും. അതിൻ്റെ ലെങ്ത്ത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ടാൻജൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്നതാണ് ടാൻജൻറ്റ്. അതായത് ആ ടച്ച് ചെയ്യുന്ന പോയിന്റിന് പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ്. അപ്പോൾ നമുക്കൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്, ഈ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ ഒരേ ഒരു ടാൻജൻറ്റ് മാത്രമാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഒരു പോയിന്റിലൂടെ ഒരേ ഒരു ടാൻജൻറ്റ് മാത്രമാണ് വരയ്ക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സർക്കിളിൻ്റെ ഏത് പോയിന്റിലൂടെയും നമുക്ക് ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റും. സർക്കിളിൻ്റെ എല്ലാ പോയിന്റിലൂടെയും ടാൻജൻറ്റ് വരയ്ക്കാം. അതിൻ്റെ ഒരു ടാൻജൻറ്റ് പാസ് ചെയ്യുന്നത് ഒരേ ഒരു പോയിന്റിലൂടെ ആയിരിക്കും. അങ്ങനെ ഓരോ ടാൻജൻറ്റും സെപ്പറേറ്റ് പോയിന്റിലൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. അതായത് എ സർക്കിൾ ക്യാൻ ഹാവ് ഇൻഫിനിറ്റ്ലി മെനി ടാൻജൻറ്റ്സ് സിൻസ് ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി പോയിൻറ്റ്സ് ഓൺ എ സർക്കിൾ. സർക്കിളിൽ ധാരാളം ഇൻഫിനിറ്റ് പോയിൻറ്റ്സ് ഉള്ളത് കൊണ്ട് ആ സർക്കിളിന് ഇൻഫിനിറ്റ് ടാൻജൻറ്റ്സ് ഉണ്ടായിരിക്കും. ആൻഡ് അറ്റ് ഈച്ച് പോയിന്റ് ഓഫ് ഇറ്റ് ഹാസ് എ യുണീക്ക് ടാൻജൻറ്റ്. ഓരോ പോയിന്റിലും യുണീക്ക് ആയിരിക്കും. ഒരു പോയിന്റിലുള്ള ടാൻജൻറ്റ് ആയിരിക്കില്ല അടുത്ത പോയിന്റിൽ ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടാൻജൻറ്റ്സ് ഉണ്ടാവും, പക്ഷെ ഓരോ പോയിന്റിലും സെപ്പറേറ്റ് ടാൻജൻറ്റ്സ് ആയിരിക്കും. അതാണ് നമ്മൾ
മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ടുള്ള കണക്കുകൾ ചെയ്തു നോക്കാം. ആദ്യം എക്സർസൈസ് 10.1 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഹൗ മെനി ടാൻജൻസ് ക്യാൻ എ സർക്കിൾ ഹാവ്? സർക്കിളിന് എത്ര ടാൻജൻസ് ആവാം എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സർക്കിൾസ് ക്യാൻ ഹാവ് ഇൻഫിനിറ്റ്ലി മെനി ടാൻജൻസ്, ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ ആൻസർ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. എ ടാൻജൻറ്റ് ടു എ സർക്കിൾ ഇൻ്റർസെക്റ്റ് ഇറ്റ് ഡാഷ് പോയിൻറ്റ്സ്. അതായത് ഒരു ടാൻജൻറ്റ് ഒരു സർക്കിളിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എത്ര പോയിൻറ്റ്സിലാണ്? ഓൺലി 1 പോയിൻറ്റ് അല്ലേ? ഇൻ്റർസെക്റ്റ് ഇറ്റ് ഇൻ 1 പോയിൻറ്റ്, അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തതിൻ്റെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ 1 പോയിൻറ്റ് എന്നുള്ളതാണ്. രണ്ടാമത്തത് എ ലൈൻ ഇൻ്റർസെക്റ്റിംഗ് എ സർക്കിൾ ഇൻ 2 പോയിൻറ്റ്സ് ഈസ് കോൾഡ് എ സീക്കൻറ്റ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. 2 പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് സീക്കൻറ്റ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എ സർക്കിൾ ക്യാൻ ഹാവ് ഡാഷ് പാരലൽ ടാൻജൻസ് അറ്റ് ദ മോസ്റ്റ്. എത്ര പാരലൽ ടാൻജൻസ് ഉണ്ടാവാം? അതായത് നമ്മളിപ്പോൾ ഈ ഒരു ലൈനിന് പാരലായിട്ട് ഈ ഇതിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? വേറെ ഏത് ലൈൻ വരച്ചാലും അതിന് പാരലായിരിക്കില്ല. അപ്പോൾ ഇതിൽ നിന്നും സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ഉള്ള ആ ഒരു പോയിന്റിലൂടെ മാത്രമാണ് പാരലായിട്ടുള്ള ലൈൻ വരക്കാൻ പറ്റുള്ളൂ. അതായത് 2 ടാൻജൻസ് മാത്രമാണ് പാരലൽ ആവുള്ളൂ. 2ൽ കൂടുതൽ ടാൻജൻസ് ഒരിക്കലും പാരലൽ ആവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എഴുതാനുള്ളത് 2 പാരലൽ ടാൻജൻസ് അറ്റ് ദി മോസ്റ്റ്. 2 പാരലൽ ടാൻജൻസ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ കോമൺ പോയിന്റ് ഓഫ് എ ടാൻജൻറ്റ് ടു എ സർക്കിൾ ആൻഡ് സർക്കിൾ ഈസ് കോൾഡ്. അതായത് ടാൻജൻറ്റും ആ സർക്കിളും തമ്മിലുള്ള കോമൺ ആയിട്ടുള്ള പോയിന്റ്, അതിനെ പറയുന്നതാണ് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എ ടാൻജൻറ്റ് പി ക്യു അറ്റ് എ പോയിന്റ് പി ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 5 cm മീറ്റ്സ് എ ലൈൻ ത്രൂ ദി സെൻറ്റർ O അറ്റ് എ പോയിന്റ് Q സോ ദാറ്റ് OQ ഈക്വൽ ടു 12 cm. ലെങ്ത് പി ക്യു ഈസ്. പി ക്യുവിൻ്റെ ലെങ്ത്താണ് ചോദിച്ചിരിക്കുന്നത്. 12 cm, 13 cm, 8.5 cm, √129 cm. ഇതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ളതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ഫിഗർ വരക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എ ടാൻജൻറ്റ് പി ക്യു അറ്റ് എ പോയിന്റ് പി ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 5 cm. അപ്പോൾ സർക്കിളിലെ പോയിൻ്റാണ് പി. അപ്പോൾ ഈ സർക്കിൾ പി ക്യു എന്ന് പറയുന്നത് ഒരു ടാൻജൻറ്റുമാണ് അല്ലേ? പി എന്ന് പറയുന്നത് ഒരു സർക്കിളിലെ പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ പി മാർക്ക് ചെയ്യേണ്ടത് ഇവിടെയാണ്. മനസ്സിലായില്ലേ? പി ക്യു എന്ന് പറയുന്നത് ഇവിടെ മാർക്ക് ചെയ്യാം. പി ക്യു ഒരു ടാൻജൻ്റാണ്. അപ്പോൾ പി സർക്കിളിലെ പോയിൻ്റാണ്. എ ടാൻജൻറ്റ് പി ക്യു അറ്റ് എ പോയിന്റ് പി ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 5 cm. റേഡിയസ് എന്ന് പറയുന്നത് ഈ സെൻറ്ററിൽ നിന്നും ഈ പോയിന്റിലേക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ ഒ പി ആണ് റേഡിയസ്. ഒ പി = 5 cm എന്ന് വന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മീറ്റ്സ് എ ലൈൻ ത്രൂ ദ സെൻറ്റർ O അറ്റ് എ പോയിന്റ് Q. അതായത് സോ ദാറ്റ് OQ = 12 cm. നമുക്ക് OQയുടെ ലെങ്ത് തന്നിട്ടുണ്ട്. അത് ഈ ടാൻജൻറ്റും റേഡിയസും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് നമുക്കറിയാം. നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു. എന്താ പഠിച്ചത്? ദ ടാൻജൻറ്റ് അറ്റ് എനി പോയിന്റ് ഓഫ് എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദി റേഡിയസ് ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ്. അപ്പോൾ ഇതും ഈ റേഡിയസും അവിടെ അത് രണ്ടും തമ്മിൽ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ OPQ എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. OPQ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആയാൽ മതി. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അതിൻ്റെ 2 സൈഡ്സ് നമുക്കറിയാം. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഈ OQ എന്ന് പറയുന്ന സൈഡാണ് ഹൈപ്പോട്ന്യൂസ്. ഇത് ഓൾട്ടിറ്റ്യൂഡാണ്. PQ അതിൻ്റെ ബേസാണ്. അപ്പോൾ PQ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ PQ = √12² - 5². അപ്പോൾ അതിന് സ്റ്റെപ്പുകൾ ഇങ്ങനെ എഴുതാം. OP പെർപെൻഡിക്കുലർ PQ.
അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫുള്ളായിട്ട് എഴുതാം. ദ ടാൻജൻറ്റ് അറ്റ് എനി പോയിന്റ് ഓഫ് എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദി റേഡിയസ് ത്രൂ ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അത് ഫുള്ളായിട്ട് എഴുതാം. ദെർഫോർ ബൈ പൈതഗോറസ് തിയറം ഇൻ റൈറ്റ് ട്രയാങ്കിൾ ഒ പി ക്യു പി ക്യു സ്ക്വയർ ഈക്വൽ ടു ഒ ക്യു സ്ക്വയർ മൈനസ് ഒ പി സ്ക്വയർ. അതായത് പി ക്യു സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ ബേസാണ്. ബേസ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് പി ക്യു ഈക്വൽ ടു റൂട്ട് ഓഫ് ഒ ക്യു സ്ക്വയർ മൈനസ് ഒ പി സ്ക്വയർ. അതായത് ഇത് പി ക്യു സ്ക്വയർ ആണ് ഇങ്ങനെ എഴുതിയത്. അപ്പോൾ പി ക്യു എന്ന് പറയുമ്പോൾ അതിൻ്റെ റൂട്ട് കാണാം. അപ്പോൾ നമുക്ക് ഒ ക്യു അറിയാം 12 സ്ക്വയർ ആണ്. ഒ ക്യു 12 സ്ക്വയർ ആണ്. മൈനസ് ഒ പി എന്ന് പറയുന്നത് 5 സ്ക്വയർ ആണ്. റൂട്ട് ഓഫ് 12 സ്ക്വയർ 144 ആണ്. മൈനസ് 5 സ്ക്വയർ 25. 144 മൈനസ് 25. റൂട്ട് ഓഫ് 144 മൈനസ് 25 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 119 ആണ്. അതായത് 190. അപ്പോൾ ഇതാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. നമ്മൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എഴുതിയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിരുന്നു. ഇവിടെ 129 അല്ല 119 ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. റൂട്ട് ഓഫ് 119 സെൻറ്റിമീറ്റർ. ഇതാണ് നമുക്ക് പി ക്യൂയുടെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം. ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ ഇനി നമുക്ക് നെക്സ്റ്റ് കണക്ക് അടുത്ത എക്സർസൈസിലെ കണക്കുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.